പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഇന്ന് അവിശ്വാസം കൊണ്ടുവരാമെന്നുള്ള പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അതെല്ലാം തന്നെ നിലവിൽ ഇപ്പോൾ പാളിയിരിക്കുകയാണ്. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ ആർക്കെങ്കിലും? ഇതിനിടയിലും കൂവിപ്പിളുകളും CPM കൗൺസിലർമാരുടെ പ്രതിഷേധവും എല്ലാം തന്നെ നടക്കുന്നുണ്ട്. മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി പറയാം, രണ്ട് അജണ്ട മാറ്റിവെക്കുകയാണ്. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഇന്ന് അവിശ്വാസം കൊണ്ടുവരാമെന്നുള്ള പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അതെല്ലാം തന്നെ നിലവിൽ ഇപ്പോൾ പാളിയിരിക്കുകയാണ്. പൗണ്ടുകോണം വാർഡ് കൗൺസിലറായ സ്വതന്ത്രൻ കൂടിയായ സുധീഷ് BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്തായാലും വളരെ പെട്ടെന്നുള്ളൊരു ചടുല നീക്കമായിരുന്നു നഗരസഭയ്ക്ക് ഉള്ളിൽ നടന്നത്. മേയർ സുഗതൻ്റെ കൗൺസിലർ വിഷയവുമായി ബന്ധപ്പെട്ടും സുധീഷ് പിന്തുണ പ്രഖ്യാപിച്ചതിനെ കുറിച്ചുമുള്ള നിയമവശങ്ങളെക്കുറിച്ച് നിലവിലിപ്പോൾ കൗൺസിലിൽ സംസാരിക്കുകയാണ്. അതിനിടയിലും കൂവിപ്പിളുകളും CPM കൗൺസിലർമാരുടെ പ്രതിഷേധവും എല്ലാം തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും ഏറെ പ്രക്ഷുബ്ധമായ ഒരു കൗൺസിൽ യോഗമായിരുന്നു ഇന്നത്തേത്. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പാസാക്കിയ 17 മുതൽ 46 വരെയുള്ള അജണ്ടകളും 113, 133 വരെയുള്ള അജണ്ടകളും അതുപോലെ സപ്ലിമെന്ററിയുള്ള 1 മുതൽ 12 വരെയുള്ള അജണ്ടകളും കൗൺസിൽ മുമ്പാകെ. ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അജണ്ടയിൽ ആർക്കെങ്കിലും അഭിപ്രായം പറയാനോ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള സമയമാണ്. എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ സമർപ്പിക്കാം. ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അജണ്ടയിൽ എന്തെങ്കിലും വിഷയം അപ്പോൾ ആർക്കും ചർച്ചയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം രേഖപ്പെടുത്താം. അടുത്ത വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കരമനാജിത്ത് 47 വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അജണ്ട പാസ്സാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ എല്ലാ അജണ്ടയും പാസ്സായി പ്രഖ്യാപിച്ചിരിക്കുന്നു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ എല്ലാ അജണ്ടകളും പാസ്സായത് പ്രഖ്യാപിച്ചിരിക്കുന്നു. 3 ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സത്യവതി പറയൂ. ബഹുമാനപ്പെട്ട മേയർ, നമ്മുടെ അജണ്ടയിലെ 48, 55, 57, 70 മുതൽ 74 വരെയും 76 മുതൽ 79 വരെയും 82 മുതൽ 84 വരെയും 86 മുതൽ 88 വരെയും 91 മുതൽ 94 വരെയും 99 മുതൽ 107 വരെയും 114 മുതൽ 121 വരെയും സപ്ലിമെന്റിലെ 1-ാമത്തെ അജണ്ടയും 56-ാമത്തെ അജണ്ടയും 68-ാമത്തെ അജണ്ടയും 90 മുതൽ 99 വരെ അജണ്ടയും 96 മുതൽ 108 വരെ അജണ്ടയും കൗൺസിൽ മുന്നാകെ. എല്ലാം കഴിഞ്ഞല്ലോ. ശരി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഏതെങ്കിലും അജണ്ടയിൽ ചർച്ചയിൽ എന്തെങ്കിലും അഭിപ്രായമുണ്ടോ ആർക്കെങ്കിലും? അപ്പോൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ എല്ലാ അജണ്ടയും പാസ്സായിരിക്കുന്നു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ MR ഗോവൻ. സർ, 41 മുതൽ 48 വരെയും 122 മുതൽ 125 വരെയും 1 മുതൽ 47 വരെയുമുള്ള അജണ്ട കൗൺസിൽ അംഗങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് പാസ്സാക്കണമെന്ന് സവിനയം താൽപര്യപ്പെടുന്നു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ ആർക്കെങ്കിലും? ശരി. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അജണ്ടകളൊക്കെ പാസ്സായിരിക്കുന്നു. മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി പറയാം, രണ്ട് അജണ്ട മാറ്റിവെക്കുകയാണ്. മെയിൻ അജണ്ടയിൽ 167 അജണ്ട നമ്പർ 167 മാറ്റിവെക്കുകയാണ്. 167 മാറ്റിവെക്കുകയാണ്. വെയിറ്റ് ചെയർപേഴ്സൺ വെയിറ്റ് ചെയ്യും, ഒരു മിനിറ്റ്. സപ്ലിമെന്ററി അജണ്ടയിൽ അജണ്ട നമ്പർ 41 മാറ്റിവെക്കുകയാണ്. അതോടൊപ്പം തന്നെ
അജണ്ട നമ്പർ 45 മാറ്റിവെക്കുകയാണ്. അജണ്ട നമ്പർ 52 മാറ്റിവെക്കുകയാണ്. ഇത് ഒഴികെയുള്ള ബാക്കിയുള്ള അവതരിപ്പിക്കാം. സർ, മരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ മെയിൻ അജണ്ടയിലുള്ള 27, 28, 30, 90, 95, 126 മുതൽ 191 വരെ, അതിനകത്ത് മേയർ പറഞ്ഞ 167 മാറ്റിവെച്ചുകൊണ്ട്, അതുപോലെ തന്നെ സപ്ലിമെന്ററി അജണ്ടയിൽ പേജ് നമ്പർ 43 മുതൽ 68 വരെ, 1 മുതൽ 57 വരെ ഉള്ളതിൽ 41, 43, 52 മാറ്റിവെച്ചുകൊണ്ട് കൗൺസിൽ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. മാറ്റിവെച്ച അജണ്ടകൾ ഒഴികെ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ എല്ലാ അജണ്ടകളും പാസ്സായിരിക്കുകയാണ്. ടൗൺ പ്ലാനിംഗ് ചെയർമാൻ ശ്രീ പാറ്റൂർ രാധാകൃഷ്ണൻ, ടൗൺ പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അജണ്ടകൾ വായിക്കൂ. സപ്ലിമെന്ററി അജണ്ടകളില്ല. മെയിൻ അജണ്ടയിൽ നമ്പർ 192 മുതൽ 199 വരെ അംഗീകാരത്തിനായി കൗൺസിൽ മുമ്പാകെ സമർപ്പിക്കുകയാണ്. ടൗൺ പ്ലാനിംഗിൽ ആർക്കെങ്കിലും ചർച്ചയിൽ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും നിർദ്ദേശങ്ങൾ? ഒന്നുമില്ല. ടൗൺ പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ എല്ലാ അജണ്ടയും പാസ്സായിരിക്കുന്നു. നികുതി അപ്പീൽ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സിന്ധു ശശി, എന്തെങ്കിലും ഇല്ല? ഒന്നുമില്ല. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ചെമ്പഴന്തി ഉദയൻ, ഇല്ല. അജണ്ട നമ്പർ 2 വാർഡ് കമ്മിറ്റികൾക്ക് അംഗീകാരം കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞില്ലായിരുന്നു. അജണ്ട നമ്പർ 2 വാർഡ് കമ്മിറ്റികൾക്ക് അംഗീകാരം കൊടുക്കാനുള്ള അജണ്ട പാസ്സായിരിക്കുകയാണ്. ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അജണ്ട നേരത്തെ അവതരിപ്പിച്ചു, പാസ്സായിരിക്കുകയാണ്. മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നമ്പറുകൾ വായിച്ച് ഒഴിവാക്കിയ അജണ്ടകൾ ഒഴികെ ബാക്കി എല്ലാ അജണ്ടകളും പാസ്സായിരിക്കുകയാണ്. മേയർ കൗൺസിലിൽ നിയമവശങ്ങളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടാണ്, അതായത് സുധീഷിൻ്റെ പിന്തുണയും അതുകൂടാതെ കാപ്പ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന ആർ സുഗതൻ്റെ എല്ലാം തന്നെ കാര്യങ്ങളെല്ലാം തന്നെ നിലവിലിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും പ്രതിപക്ഷം നിലവിലിപ്പോൾ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ്. സെക്രട്ടറിക്ക് ഉൾപ്പെടെ പരാതി നൽകുവാൻ ശബരിനാഥൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ക്യാമറമാൻ ഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.